സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ 300-ലധികം കോളേജുകളിലേക്ക് 8+1 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഈ വർഷം മുതൽ ജാമിഅത്തുൽ ഹിന്ദിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോളേജുകളിലേക്കും ഒരൊറ്റ അപേക്ഷ കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതിനായി www.jamiatulhind.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ സിംഗിൾ വിൻഡോ അഡ്മിഷൻ എന്ന പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. അഡ്മിഷൻ ഗൈഡ്, പ്രധാന സംശയങ്ങളും ഉത്തരങ്ങളും തുടങ്ങിയവ കാണാം. അവയെല്ലാം നിർബന്ധമായും വിദ്യാർത്ഥിയും രക്ഷിതാവും വായിച്ചിരിക്കണം. വായിച്ചതിനു ശേഷം ആപ്ലിക്കേഷൻ പ്രക്രിയ ആരംഭിക്കാം. വിദ്യാർത്ഥി പഠിക്കാനുദ്ദേശിക്കുന്ന ക്ലാസ്സിനനുസരിച്ച് 8th അല്ലെങ്കിൽ 11th സ്റ്റാൻഡേർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ admission.jamiatulhind.com എന്ന പുതിയ വിൻഡോ തുറന്നുവരും. അതിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്ക്രീനിൽ കാണിക്കുന്ന ഭാഗത്ത് വിദ്യാർത്ഥിയുടെ മുഴുവൻ പേരുവിവരങ്ങളും ചേർക്കുക. വിദ്യാർത്ഥിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള പേര് മാത്രം നൽകാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് തീയതി എഴുതുമ്പോൾ 8ാം ക്ലാസ് അഡ്മിഷനാണെങ്കിൽ 1/6/2010 ശേഷം ജനിച്ചവരാകണം. +1 അഡ്മിഷനാണെങ്കിൽ 1/6/2007 ശേഷം ജനിച്ചവരാകണം. ഇന്ത്യൻ പൗരനാണെങ്കിൽ രാജ്യമെന്ന ഭാഗത്ത് ഇന്ത്യ തിരഞ്ഞെടുക്കുക. ശേഷം സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നിവ യഥാക്രമം തിരഞ്ഞെടുക്കുക. വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, വാട്സാപ്പ് OTP വെരിഫിക്കേഷൻ നിർബന്ധമായതിനാൽ വാട്സാപ്പ് നമ്പർ മാത്രമേ നൽകാവൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കി ക്ലിക്ക് ചെയ്യുകയും ശേഷം രജിസ്റ്റർ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അടുത്തത് OTP വെരിഫിക്കേഷനാണ്. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യലോടെ OTP വിൻഡോ ഓപ്പൺ ആകും. നിങ്ങളുടെ ഫോണിലേക്ക് വാട്സാപ്പ് സന്ദേശമായി വന്ന 6 അക്ക OTP നമ്പർ ടൈപ്പ് ചെയ്യുക. ഇതോടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. നിങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ വാട്സാപ്പ് നമ്പറിലേക്ക് ആപ്ലിക്കേഷൻ ID, പാസ്വേഡ് എന്നീ സന്ദേശങ്ങളടങ്ങിയ മെസ്സേജ് വരുന്നതാണ്. ഈ മെസ്സേജിലുള്ള ആപ്ലിക്കേഷൻ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ചാണ് നിങ്ങളുടെ ID ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലഭിച്ച ID, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇതോടെ ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്സ്, ഡൗൺലോഡ്സ് എന്നീ മെനുകളടങ്ങിയ വിൻഡോയിലേക്ക് ഇവിടെ നിന്ന് പ്രവേശിക്കാം. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെനു തുറന്ന് നമുക്ക് ആവശ്യമായ 10 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക. സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരമാണ് ഇവിടെ നൽകിയിട്ടുണ്ടാവുക. വിദ്യാർത്ഥിയും രക്ഷിതാവും സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ഥാപനം നേരിട്ട് സന്ദർശിക്കുകയോ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയോ ചെയ്യണം. സ്ഥാപനങ്ങളുടെ പേര് സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ ഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ്, ജില്ലാ അടിസ്ഥാനത്തിലെ സ്ഥാപനങ്ങളെ സോർട്ട് ചെയ്തോ നിങ്ങൾക്കാവശ്യമായ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. ഓരോ സ്ഥാപനത്തിനോടൊപ്പമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചാൽ ആപ്ലിക്കേഷൻ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിഫറൻസ് കോളത്തിൽ ഉപയോഗിക്കാവുന്നതുമാണ്. ശേഷം ആപ്ലിക്കേഷൻ ഭാഗത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിഫറൻസ്, എക്സാം സെന്റർ പ്രിഫറൻസ്, വെരിഫൈ ആപ്ലിക്കേഷൻ ആൻഡ് ഡൗൺലോഡ് എന്നീ കോളങ്ങൾ പൂരിപ്പിക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ഭാഗത്ത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, മൊബൈൽ നമ്പർ എന്നീ ഡാറ്റകൾ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയതുകൊണ്ട് ഇനി നൽകേണ്ടതില്ല. അതെല്ലാം നിങ്ങൾക്ക് വിൻഡോയിൽ കാണാവുന്നതാണ്. തുടർന്ന് ഇമെയിൽ, ബ്ലഡ് ഗ്രൂപ്പ്, ആധാർ നമ്പർ, രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ, ഫോട്ടോ എന്നിവ ചേർക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്രോപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ 2 MBയിൽ കൂടാൻ പാടില്ല. ഇത്രയും ഡാറ്റകൾ പൂരിപ്പിക്കലോടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പൂർത്തിയായി. ശേഷം സേവ് ബട്ടൺ അമർത്തുക. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഭാഗത്ത് കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നീ ഡാറ്റകൾ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയതുകൊണ്ട് ഇനി നൽകേണ്ടതില്ല. അതെല്ലാം നിങ്ങൾക്ക് വിൻഡോയിൽ കാണാവുന്നതാണ്. ശേഷം വീട്ടുപേര്, സ്ഥലം, പഞ്ചായത്ത്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ആൾട്ടർനേറ്റീവ് നമ്പർ 12 അഥവാ നേരത്തെ ചേർത്ത നമ്പറല്ലാത്ത മറ്റു ഫോൺ നമ്പറുകൾ ചേർക്കുക. ഇത്രയും ഡാറ്റകൾ പൂരിപ്പിക്കലോടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് പൂർത്തിയായി. ശേഷം സേവ് ബട്ടൺ അമർത്തുക. ഇനി അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ചേർക്കാനുള്ള ഭാഗമാണ്. ഇതിൽ ഇസ്ലാമികവും ഭൗതിക വിദ്യാഭ്യാസവും വെവ്വേറെ ചേർക്കണം.
ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ ലേറ്റസ്റ്റ് ഇസ്ലാമിക് സ്റ്റഡി അഥവാ 5, 7, 10 ഈ ക്ലാസുകളിൽ വിദ്യാർത്ഥി ഏറ്റവും അവസാനം പൂർത്തിയാക്കിയ മദ്രസ ക്ലാസ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ശേഷം സിലബസ്, തുടർന്ന് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, അതിനുശേഷം ഔട്ട് ഓഫ്, അതായത് മൊത്തം മാർക്ക് എത്രയാണെന്ന് ചേർക്കുക. ഹിഫ്ള് കംപ്ലീറ്റഡ് എന്നതിൽ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ശേഷം സ്കൂൾ വിവരങ്ങൾ ചേർക്കുക. സ്കൂൾ ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് സ്കൂളിൻ്റെ പേര്, സ്ഥലം, സിലബസ്, 8ാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കുന്നവർ 7ാം ക്ലാസ് വിജയിയാണെങ്കിൽ ബോക്സിൽ ടിക്ക് ചെയ്യുക. ഇനി അച്ചീവ്മെൻറ്റ്സ്. നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലം അച്ചീവ്മെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ടേബിളിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ആഡ് ചെയ്യുക. അച്ചീവ്മെൻറ്റ് നെയിം, ലെവൽ, ഐറ്റം, പ്രൈസ്, ഗ്രേഡ്, ഇയർ എന്നീ ഡാറ്റകൾ നൽകി ആഡ് അച്ചീവ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അച്ചീവ്മെൻറ്റ് കോളത്തിൽ ലഭ്യമല്ലാത്ത നേട്ടങ്ങൾ വിദ്യാർത്ഥിക്കുണ്ടെങ്കിൽ അച്ചീവ്മെൻറ്റ് ടൈപ്പ് ചെയ്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നിങ്ങൾക്ക് ലഭ്യമായ സ്കോളർഷിപ്പുകൾ ആഡ് ചെയ്യുക. സ്കോളർഷിപ്പിൻ്റെ പേര്, ഏജൻസി, വർഷം എന്നീ ഡാറ്റകൾ നൽകുക. നിങ്ങളുടെ എല്ലാ സ്കോളർഷിപ്പുകളും ആഡ് സ്കോളർഷിപ്പ് ബട്ടൺ അമർത്തി ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്കിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ സ്കില്ലുകൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റർ അമർത്തി നിങ്ങളുടെ എല്ലാ സ്കില്ലുകളും രേഖപ്പെടുത്താവുന്നതാണ്. ഇത്രയും ഡാറ്റകൾ പൂരിപ്പിക്കലോടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പൂർത്തിയായി. തുടർന്ന് സേവ് ബട്ടൺ അമർത്തുക. ഇനി സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിഫറൻസ് എന്ന ഭാഗം ശ്രദ്ധിക്കുക. മിനിമം 10 ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങൾ നേരത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെനുവിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് സെലക്ട് ചെയ്തു വെച്ചവരാണെങ്കിൽ എൻ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് എന്ന ബോക്സിൽ കോഡ് അടിച്ചു കൊടുത്താൽ താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് സെലക്ട് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ വലതുഭാഗത്തുള്ള ബ്രൗസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കാവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക. ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പൊസിഷൻ എന്നാൽ നിങ്ങൾ 1 മുതൽ 10 വരെ നൽകുന്ന സ്ഥാപനങ്ങളിൽ ഈ സ്ഥാപനത്തിന് എത്രാം സ്ഥാനമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് വിദ്യാർത്ഥിയുടെ ഇഷ്ടാനുസരണം എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രിഫറൻസ് ലിസ്റ്റിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ലൊക്കേഷൻ എന്ന വിൻഡോ ദൃശ്യമാകും. അവിടെ കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൺഫേം ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതുകഴിഞ്ഞാൽ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത ജില്ലകളിലെ എക്സാം സെന്ററുകളുടെ ലിസ്റ്റ് ലഭ്യമാകും. അതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു സെന്റർ സെലക്ട് ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ഭാഗത്തേക്ക് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഫിൽ ചെയ്ത മുഴുവൻ ഡാറ്റകളും ലഭ്യമാകും. ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകളുണ്ടെങ്കിൽ മുകളിലെ മെനുവിൽ പോയി എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ശേഷം താഴെ കാണുന്ന ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് വെരിഫൈ ആൻഡ് പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. അപേക്ഷാ ഫീയായ 300 രൂപ UPI, കാർഡ്സ്, നെറ്റ് ബാങ്കിംഗ്, വാലറ്റ് എന്നീ ഓപ്ഷനുകൾ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുക. ഇതോടെ അപേക്ഷ പൂർത്തിയായി. ശേഷം എഡിറ്റിംഗ് സാധ്യമായിരിക്കില്ല. ആപ്ലിക്കേഷൻ സ്ലിപ്പ് ഇപ്പോൾ ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ ലോഗിൻ പോർട്ടലിൽ പുതിയ എല്ലാ വിവരങ്ങളും ലഭ്യമായിരിക്കും. ഇടയ്ക്കിടെ പോർട്ടൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തുടർച്ചയായ ഇടവേളകളിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക.